നിൽക്കും. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ സിനിമ. വിജയെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെയധികം ഇഷ്ടമായിരുന്നു വിജു. സിനിമയിൽ വന്ന കാലം മുതൽ അറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് പറഞ്ഞില്ല ഇങ്ങനൊരു സിനിമ ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ പറയുന്ന ഒരു വർഷമായ ദിവസമാണ്. ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമയുടെ തുടങ്ങി. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇതെന്തുകൊണ്ടുണ്ടായി, ഇതെന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി ആ കഥയുടെ വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന്റെ കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന്റെ ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കൊച്ചിലെ എനിക്കിതേ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും അച്ഛയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹം. നീ കണ്ടതെല്ലാം നീ കാണാൻ പോകുന്നത് ചെന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണുന്നത്. പിന്നെ ഈ സിനിമ വളരെ വലുതായിരുന്നു. ഇത് കേരളത്തിൽ മാത്രം ഒതുക്കി നോക്കേണ്ട ഒരു സിനിമയല്ല. ഒരു മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം. തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം. ഇതിന് കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു എന്താണ് സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്. പിന്നെ മെഡ്രാസിൽ ചിറ്റി ഫോർട്ട്. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഈ സിനിമയ്ക്ക് ഇന്റർനെറ്റ് ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം നിൽക്കേണ്ട, മലയാളത്തിൽ മാത്രം നിൽക്കേണ്ട സിനിമയാണ് ഞാൻ വിശ്വസിച്ചില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്ക് ഇതിനെ സബ്ടൈറ്റിൽ ചെയ്ത് നടത്താൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മീഡിയ ഒക്കെ കഴിഞ്ഞു മാത്രമല്ല ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇത് പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ റിലീസിനും ഇതിന്റെ പുറകില് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഒന്നും സഞ്ചരിച്ചല്ല ഇതിലെത്തിയത്. എനിക്ക് യാദൃശ്യമായ സംഭവം